മയിര്. അയ്യോ, മയിരൊക്കെ മയിര് പഠിച്ച പെണ്ണുങ്ങളെ തരുള്ളൂ, പേടിക്കണ്ട. മയിര് പഠിക്കാത്ത പെണ്ണുങ്ങളെ തരില്ല. ഓക്കെ, ടെൻഷൻ വേണ്ടടോ. മയിലൊക്കെ പഠിച്ച പെണ്ണുങ്ങളായിരിക്കും, ഫുൾ ക്ലീൻ ഷേവ് ആയിരിക്കും, പേടിക്കണ്ട. ഓക്കെ, അത് നമ്മൾ അങ്ങനത്തെ പെണ്ണുങ്ങളെ തരുള്ളൂ. ഈ ആളുകൾ പറയില്ല, ഈ ചേച്ചിയുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ മയില് പഠിച്ചിട്ടില്ല എന്ന് തോന്നും. പക്ഷേ അതെനിക്ക് മോശക്കേടാ. മയിലൊക്കെ പഠിച്ച പെണ്ണുങ്ങളെ തരുള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഡോ യു ഹാവ് എനി മീറ്റ്? ചേച്ചി പവർ. ഇപ്പൊ ലൈവ് കത്തിയില്ലേ? ലൈവ് ഒന്ന് പവർ ആയില്ലേ? നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന ലൈവ് പവർ ആവില്ല. ലൈവ് പവർ ആവണമെങ്കിൽ നമ്മളൊന്ന് നല്ലൊരു ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ലൈവ് നമുക്ക് ഇതിനും പവർ ആക്കാം. ഓക്കെ, ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഒരു എനർജി കിട്ടില്ല. ചേച്ചിയുടെ ലൈവ് എപ്പോഴും പവറാണ്. എനിക്ക് തോന്നിയ പവർ ആക്കും ഞാൻ, ഇതിനും വലിയ പവർ എനിക്ക് ആക്കാൻ കഴിയും. പവറിന്റെ പവർ വിജയാക്കും. ഡു യു ഹാവ് മൈര്? മൈര് മീൻസ് ഈ രോമത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? മൈരിന് ഇംഗ്ലീഷിൽ എന്താ വെച്ച് പറയാ? അവൻ എന്താ നിന്നോട് ചോദിക്കുന്നത്? ഹെയർ. ഓ യെസ്, യു ലേഡി ആൻഡ് ബോയ് മാലുമേ, ലേഡി फिगर मालूम है, हेयर मालूम है, फुल लेग हेयर, अंदर हेयर, इधर हेयर, फुल हेयर रिमूव. ओके, मायरू मीन्स हेयर. हेयर. ओके, दिस इज ചേച്ചി 400 ആക്ക്. അയ്യോ വേണ്ട, ഇങ്ങനെ പോട്ടെ, മതി. അയ്യോ ഇത്ര തുള്ളിയ മതി. അവന് മനസ്സിലായി മയിലെന്ന് പറഞ്ഞ എന്താണെന്ന്. എന്റെ കറുപ്പേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. അശബ ചേച്ചി ബിജി ചേച്ചിയുടെ കൂടെ അല്പം സോമരസം കുടിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അയ്യോ സോമരസോ? സ്പൂൺമാൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടല്ലോ സോമനെ. സോമ ഇപ്പൊ കുറെ ടൈം പിടിക്കും. സോമരസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്പൂൺമാന്. ഓ മൈ ഗാഡ്, ഇതുവരെ കുടിച്ചിട്ടില്ലല്ലേ സോമരസം? അത് കുടിക്കണം. അതല്ല, ബീറിന്റെ പേര് ബീർന്ന് തന്നെ പറയണം. സോമരസം വേറെ, ബീർ വേറെ. ആ, കുണ്ണ അറിയുമാ? ഇല്ല, കുണ്ണ അറിയത്തില്ല. വളരെ കിടന്നു. ചേച്ചി എന്താ സോമരസം? എനിക്കും അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇതിന് ഇൻസ്റ്റാഗ്രാമിലെ പയ്യന്മാർ പറഞ്ഞു തന്നു എന്താണ്. എനിക്കും അറിയത്തില്ലായിരുന്നു ഈ സോമരസം എന്താണെന്ന്. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഏതോ വീട്ടിലെ ചേട്ടൻ്റെ പേരാണ് സോമ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ ലൈവിൽ ഞാൻ ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ ലൈവിലിട്ട് ഞാൻ ചോദിച്ചു വാട്ട് മീ സോമരസം. അപ്പം അവർ പറഞ്ഞു തന്നു, പച്ചയ്ക്ക് പറഞ്ഞു തന്നു ഇതാണ് സോമരസം. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, എൻ്റെ വില പോകും. അശ്ശേ, ടിക്ടോക്കിലെ ആൾക്കാർ ഫുള്ള് എൻ്റെ ഫ്രണ്ട്സുകളാണ്. നിങ്ങളൊക്കെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഞാൻ സോമരസം ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ. എന്താ പറയ്? അയ്യോ ഞാൻ പറയണോ? ഞാൻ പറയൂട്ടാ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അടിച്ചിട്ട് പറയാം. ഞാൻ തന്നെ പറയണമെന്നില്ല, ഇവിടെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ. ഹലോ ഗോയ്സ്, വാട്ട് യു മീൻ സോമരസം? എനിക്കറിയില്ല ഗോയ്സ്, നിങ്ങളൊന്ന് പറയുമോ? ഇതിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല എന്താണ് ഈ സോമരസം എന്ന് പറഞ്ഞാൽ എന്ത്. അറിയുന്നവരൊന്ന് പറയുക. പറയുമോ? എനിക്കറിയില്ല. ഇവിടെ ഒരാൾക്കൊരു ചോദ്യം, എന്താണ് സോമൻ രസം എന്താണെന്ന് അറിയണം. അപ്പം പ്ലീസ് ടെൽ മീ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടില്ല. ലാസിയാ? വാട്ട് യു മീൻ ലാസി? മദ്യത്തിന് പണ്ട് രാജകുമാരന്മാർ പറയുന്ന പേരാണ് സോമരസം. ആണോ? പക്ഷെ വെളിച്ചെണ്ണ മാതിരി ഇരിക്കും.
അയ്യോ എനിക്ക് വയ്യായിട്ട് ദൈവമേ യാ മദ്യമാണെന്ന് പറയണ്ടേ. അപ്പൊ സോമത്തിന് മദ്യത്തിനും മദ്യൊന്നും പേരുണ്ടല്ലേ. അപ്പൊ രണ്ടുപേരുണ്ട്. സോമാത വൈറ്റ് കളറാണോ? അല്ല, പച്ച. ഏട്ടാ മുത്തേ എസ്കിറ്റല്ലേ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്ക, നിങ്ങൾക്ക് ഒരുപാട് സോമരസം വേണമെങ്കിൽ പെരുന്നാളിന് കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ ലേഡീസ് വരുന്നുണ്ട് നമ്മുടെ സ്പായിലേക്ക്. സോമരസം കാണാം, കുടിക്കാം, തൊടാം, എന്ത് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മുടെ സ്പായ്ക്ക്. അപ്പൊ വിജിച്ചേച്ചിയുടെ സ്പായിലേക്ക് വരിക. സോമരസം വേണത് ക്യൂ ആ വന്ന് നിൽക്കുക. ഇഷ്ടംപോലെ സോമരസങ്ങൾ കിട്ടും. പല രീതിയിലും പല ടേസ്റ്റിലും പല രീതിയിലും നിങ്ങൾക്ക് അനുഭവിക്കാം. ക്യൂ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോമരസം കുടിക്കാൻ വരെ വിജയിച്ച് ഓഫർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തൊടാൻ പിടിക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം എല്ലാവരും വരണം. ഓക്കെ, നമ്പറിൽ മെസ്സേജ് വിടുക. ഓക്കെ അല്ലേ? ഇനി ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നാൽ ഗ്ലാസും കുപ്പിയും പൊക്കി പിടിച്ചോണ്ട് വരരുത്. അത്ര വലിയ സോമരസമൊന്നും കിട്ടില്ല. കുറച്ച് മില്ലി, 20 മില്ലി 10 മില്ലിയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം എല്ലാവരും അത് വന്ന് ട്രൈ ചെയ്യുക ഒന്ന് കേട്ടോ. സ്പൂൺ ഡ്രോപ്പ് എന്നെ ചിരിപ്പിക്കല കേട്ടോ. നക്കാനേ പറ്റുള്ളൂ. അതൊക്കെ അവരുടെ ഇഷ്ടം. നക്കുക പിടിക്കുക അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. പിടിച്ചെടുക്കുകയോ സ്പൂണിന് കോഞ്ചെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തൊക്കെ അതൊക്കെ നമ്മളെ ബാധകമല്ല. തരുന്നവർക്ക് കിട്ടുന്നവർക്ക് കിട്ടി മേടിച്ചിട്ട് പോവാം. സ്പൂൺ മാൻ അതൊക്കെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കൈ കൊണ്ട് കുത്തിയെടുക്കേ സ്പൂണിട്ട് കുത്തിയെടുക്കേ അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ല. തരുന്നുണ്ടോ നിങ്ങൾ മേടിച്ചു കുടിച്ചു. അക്ക സുഖല്ലേ? അക്കയ്ക്ക് നല്ല സുഖമായി. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സുഖമായി. ഷോ മതി. ചേച്ചി നോമ്പാണോ? അയ്യോ വെള്ളം മതി. ചോറ് ചൂടാറോ? സോമൻ പോയി. അയ്യേ, ബിജിക്ക് അങ്ങനെ ഒരിക്കലും വരില്ല. അത് ബിജി ഇഷ്ടപ്പെടുന്ന ആൾ വേണം. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. അല്ലേ ചേച്ചി അശ്വിജി? നമ്മുടെ മനസ്സിൽ വിചാരിക്കണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ പങ്കാളി. ഓക്കെ, അത്രേ ഉള്ളൂ.